അധിക്ഷേപ പരാമർശത്തിൽ ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ പോലീസിൽ പരാതി നൽകി യു പ്രതിഭ. വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നതാണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിൽ ഇപ്പോൾ യു പ്രതിഭ പരാതി നൽകിയിരിക്കുന്നു. ലീഗ് നേതാവിന്റെ അധിക്ഷേപ പ്രസംഗത്തിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. നിയമപരമായി നീങ്ങുമെന്ന് യു പ്രതിഭ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. പല രൂപത്തിൽ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യു പ്രതിഭ വ്യക്തിപരമായി തന്നെ പോലീസിനെ സമീപിച്ചിരിക്കുന്നു. കായംകുളം പോലീസിനാണ് അല്പം മുൻപ്, മിനിറ്റുകൾക്ക് മുൻപ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയത്. വ്യക്തിഗതമായി പരാതി നൽകുന്നു. വ്യക്തിഹത്യ നടത്തി എന്നുള്ളതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ഒരു കുറ്റം. മറ്റൊന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നിങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് കുറ്റങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. കായംകുളം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് യു പ്രതിഭ. നിയമപരമായി നീങ്ങും. നേരത്തെ ഈ പറയുന്ന ലീഗ് നേതാവ് എ ഇർഷാദും പിന്നീട് എം ലിജുവും കോൺഗ്രസ് നേതാക്കളും എല്ലാം നടപടിയെടുത്തെങ്കിലും ഖേദം പ്രകടിപ്പിച്ചെങ്കിലും അതൊന്നും സ്വീകാര്യമല്ല എന്നായിരുന്നു ഈ യു പ്രതിഭയുടെ നിലപാട്. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് തന്നെയാണ് കായംകുളം പോലീസിൽ വ്യക്തിഗതമായി പരാതി നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ നേരത്തെ മുൻപ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതുകൂടാതെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ പേരിൽ കായംകുളം പോലീസിൽ മറ്റൊരു പരാതിയും നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം ജില്ലാ കളക്ടർക്കും കായംകുളത്തെ വരണാധികാരിക്കും LDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിലും പരാതി നൽകിയിരിക്കുന്നു. ഏതായാലും നിയമപരമായി നീങ്ങുമെന്ന LDFന്റെ തീരുമാനമാണ്. ഇത് സംബന്ധിച്ചുള്ള സന്ദേശവും നിർദ്ദേശവും യു പ്രതിഭയ്ക്ക് പാർട്ടി നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. നിയമപരമായി ഏതറ്റം വരെയും ഇക്കാര്യത്തിൽ പോകും എന്നുള്ളതായിരുന്നു നിലപാട്. ഏതായാലും അതിന്റെ ആദ്യപടി എന്ന നിലയ്ക്ക് യു പ്രതിഭ വ്യക്തിപരമായി തന്നെ കായംകുളം പോലീസിനെ സമീപിച്ചിരിക്കുന്നു. കായംകുളം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. വ്യക്തിഹത്യ, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്